നടുക്കുന്ന ഓർമ്മകളുടെ ഇലന്തൂരിൽ നിൽക്കുമ്പോൾ ഇന്നും ഭയം മാത്രം. നടുക്കുന്ന ഓർമ്മകളുടെ ഇലന്തൂരിൽ നിൽക്കുമ്പോൾ ഇന്നും ഭയം മാത്രം. ഈ നട്ടുച്ച സമയം പോലും ഇവിടെ വിജനമായ ഒരു ഭയം ഉളവാക്കുന്നു. കേട്ടുകേൾവിയില്ലാത്ത നരമാംസാസ്വാദനത്തിലൂടെ ആഭിചാര കർമ്മങ്ങൾക്ക് കുരുതിക്കളമൊരുക്കിയ ഇലന്തൂർ ഇന്നും നടുക്കുന്നൊരു ഓർമ്മയായി നിലകൊള്ളുന്നു. അന്നുവരെ കേരളം കേട്ടിട്ടില്ലാത്ത, അനുഭവിച്ചിട്ടില്ലാത്ത നരബലി എന്ന അരുംകൊലയുടെ ഓർമ്മകൾ ഇവിടെ തളം കെട്ടി നിൽക്കുന്നു. ഉത്തരേന്ത്യയിൽ മാത്രം അപൂർവമായി കണ്ടുവന്നിരുന്ന നരബലി കേരളത്തിന്റെ സമൂഹ മനസാക്ഷിയെ നടുക്കിയത് നരമാംസ ഭോജനം എന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോഴാണ്. നരഭോജികളെക്കുറിച്ച് നാം ബോളിവുഡ് സിനിമകളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്നാൽ ഈ കൊച്ചു കേരളത്തിന്റെ ഇങ്ങേ മൂലയിൽ ഒറ്റപ്പെട്ട ഇലന്തൂർ എന്ന ഗ്രാമത്തിൽ ഇങ്ങനെയൊരു നരഭോജനം നടന്നു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഇന്നും ഭീതി നിറയുന്ന ഒരു ഓർമ്മയാകുന്നു. ഇലന്തൂർ എന്ന ഗ്രാമം ഇന്ന് മലയാളികളുടെ മനസ്സിൽ ശവം നാറുന്നതും പച്ച മാംസത്തിന്റെയും രക്തത്തിന്റെയും രൂക്ഷഗന്ധം നിറയുന്നതുമായ ചിന്തകളാണ് സമ്മാനിക്കുന്നത്. ദിവസങ്ങളോളം ഇലന്തൂരിലെ ഗ്രാമവാസികൾ അന്നൊക്കെ ഭീതിയിലായിരുന്നു. സന്ധ്യ കഴിഞ്ഞാൽ പ്രദേശവാസികൾ പുറത്തേക്ക് ഇറങ്ങാൻ ഇപ്പോഴും മടിയാണിവിടെ. കൊച്ചി കടവന്ത്രയിൽ താമസിച്ചിരുന്ന തമിഴ്നാട് സ്വദേശി പത്മയും ഇടുക്കി സ്വദേശി റോസ്ലിനുമാണ് ആഭിചാര കർമ്മങ്ങൾക്കായി ഇലന്തൂരിലെ ഈ വീട്ടിൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടത്. പത്മയെ 56 കഷ്ണങ്ങളാക്കി വെട്ടി നുറുക്കി കുഴിച്ചിടുകയും മാംസം കറിവെച്ച് കഴിക്കുകയും ചെയ്യുന്നതിലൂടെ സാമ്പത്തികവും ഐശ്വര്യവും ഉണ്ടാകുമെന്നായിരുന്നു വിശ്വാസം. ആഭിചാര കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ഷാഫി എന്ന സൂത്രധാരൻ. ഒപ്പം ആയുർവേദ ചികിത്സകനായ ഭഗവത് സിംഗും ഭാര്യ ലൈലയും ചേർന്നാണ് ഈ 2 ആഭിചാരങ്ങൾക്കും കൂട്ടുനിന്നത്. ക്രൂരതയിലൂടെയുള്ള ആനന്ദവും പണവും മാത്രമായിരുന്നു ഷാഫിയുടെ ലക്ഷ്യം. മനുഷ്യമാംസം കറിവെച്ച് പാകം ചെയ്ത് കഴിക്കുക എന്നതാണ് ഇതിനായി കണ്ടെത്തിയ പൈശാചികമായൊരു ആചാരം. ഈ അരുംകൊല നടത്താൻ കണ്ടെത്തിയത് വീടിനോട് ചേർന്നുള്ള ഈ തിരുമൽ കേന്ദ്രമായിരുന്നു. ഇന്നും മനുഷ്യൻ എത്തി നോക്കാൻ മടിക്കുന്ന ശവപ്പറമ്പായും പ്രേതാലയം പോലെയും ഈ വീട് മാറിക്കഴിഞ്ഞു. പ്രതികൾ ഇപ്പോഴും വിയ്യൂരിലെ അതീവ സുരക്ഷാ ജയിലിലാണ്. ഇലന്തൂരിലെ അരുംകൊലയ്ക്ക് പിന്നിൽ അവയവദാനമാണോ എന്നും സംശയമുണ്ട്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഇത്തരത്തിലൊരു പൈശാചിക കൃത്യം നിർവഹിച്ച പ്രതികൾക്ക് അർഹിക്കുന്ന പരമാവധി ശിക്ഷ കിട്ടണമെന്ന് കേരളം ഒന്നടങ്കം പ്രത്യാശിക്കുന്നു. ക്യാമറമാൻ അൻഷാദിനൊപ്പം ബിൽവൻസൻ, വിസ്മയ ന്യൂസ്.